പന്തല്ലൂർ മലയിലെ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7 അംഗ സംഘത്തിലെ 4 വിദ്യാർത്ഥികൾ ഇടിമിന്നലേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയ്ക്കിടയിലാണ് വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നൽ ഏറ്റത്. മങ്കട പന്തല്ലൂർ മലയിലെ വ്യൂ പോയിന്റ് സന്ദർശിക്കാനെത്തിയ 7 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ ഇടിമിന്നലാണ് പ്രദേശത്തുണ്ടായത്. ഇടിമിന്നലേറ്റ വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രദേശവാസികളാണ് വിദ്യാർത്ഥികളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. ഉടൻ തന്നെ CPR നൽകി. എന്നാൽ 4 വിദ്യാർത്ഥികൾ മരിക്കുകയായിരുന്നു. വെള്ളില സ്വദേശികളായ റഹീസ്, സിയാദ്, ബഹാസ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ റോഷൻ, ഇഖ്താഖ്, സൽമാനുൽ ഫാരിഫ് എന്നിവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30യോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മങ്കട, വെള്ളില, കടുക്ക സിറ്റി, നമ്പൂരിക്കാട് വ്യൂ പോയിന്റിലെ പാറപ്പുറത്ത് ഇരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. ഈ സമയത്ത് പ്രദേശത്ത് അതിശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയുമുണ്ടായി. മിന്നലേറ്റതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പാറപ്പുറത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. സമീപവാസികളാണ് അപകട വിവരം ആദ്യം അറിഞ്ഞത്. ഉടൻ തന്നെ പരിക്കേറ്റവരെ നാട്ടുകാർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 4 പേരെ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും 2 പേർ മരിച്ചിരുന്നു. വെള്ളിലയിലെ പാറപ്പുറത്ത് കാറ്റുകൊള്ളാൻ എത്തിയതായിരുന്നു ഇവർ. ആളുകൾ സ്ഥിരമായി പോകുന്ന സ്ഥലമാണിത്. പാറപ്പുറത്ത് ഇരുന്നവർക്കാണ് മിന്നലേറ്റത്. വൈകിട്ട് 5:30യോടെയാണ് അപകടം. പ്രദേശത്ത് അല്പം മാറി വീടുകളുണ്ട്. ഇവരാണ് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത് ആദ്യം അറിഞ്ഞത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനത്തിനിടയിലുണ്ടായ അനിശ്ചിതത്വം ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. സംഘത്തിൽ 7 പേരുണ്ടായിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ 6 പേരെയാണ് കണ്ടെത്താൻ സാധിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് ബോധം തെളിഞ്ഞപ്പോഴാണ് സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പ്രദേശവാസികളും പോലീസും നടത്തിയ തെരച്ചിലിനൊടുവിൽ പാറയിടുക്കിൽ വീണുകിടക്കുന്ന നിലയിൽ 7ാമത്തെ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. മലമുകളിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് എന്നതിനാൽ രക്ഷാപ്രവർത്തകർക്ക് സംഭവസ്ഥലത്തെത്താൻ കാലതാമസമുണ്ടായി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രദേശവാസികളായ സുഹൃത്തുക്കൾ ഒരുമിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തിയതായിരുന്നു. കനത്ത മഴയ്ക്കും മിന്നലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലും വ്യൂ പോയിന്റുകളിലും പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വേനൽ മഴ ആയതിനാൽ വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം.